ഹായ് എവ്രി വൺ. UGC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ തന്നെ MCOM സ്റ്റുഡൻസിനും ഒരു റിവിഷൻ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ കുറച്ച് സമയം കൊണ്ട് ഒരു സബ്ജക്റ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഏകദേശം ഒരു 5 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് തരുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ മറ്റ് സബ്ജക്റ്റുകളും ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ എല്ലാ സ്റ്റുഡൻസിനും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കവർ ചെയ്യുന്ന സബ്ജക്റ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസിയാണ്. ഓൾ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ബിസിനസ്, അതിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുക. ഈ ഫാക്ടേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. Internal environment means all the factors affecting the business within the organization. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ചില ഫാക്ടേഴ്സ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുക. എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ദ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പുറമേയുള്ള ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ വിത്തിനും ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനാണ് എക്സ്റ്റേർണൽ. ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ വിത്തിൻ ദ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ സം എക്സ്റ്റെൻറ്റ് നമുക്ക് ഇത് കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ബട്ട് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എൻ ഓർഗനൈസേഷനാണ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് അത്രത്തോളം സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, അവിടുത്തെ മിഷൻ, വാല്യൂ സിസ്റ്റം, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, അതായത് എങ്ങനെയാണ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ടോപ്പ് മിഡിൽ ലോവർ ലെവലിൽ എങ്ങനെയാണ് അവിടെ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ കൾച്ചർ, ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ക്വാളിറ്റി, ലേബർ യൂണിയൻ, ടെക്നോളജി ക്യാപ്പബിലിറ്റീസ്, അതുപോലെയുള്ള ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരിക. എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് നമുക്കറിയാം ഓർഗനൈസേഷൻ്റെ പുറമേ ഉള്ളതാണ്. ഇതിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, മൈക്രോ എൻവയോൺമെൻറ്റും മാക്രോ എൻവയോൺമെൻറ്റും. ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ഓഫ് ദ ഓർഗനൈസേഷനെയാണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് നമ്മൾ പറയുക. അതായത് ഓർഗനൈസേഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുറമേയുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ അതിൽ വരുന്നതാണ് സപ്ലയേഴ്സ്, അതായത് ഓർഗനൈസേഷൻ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഓർഗനൈസേഷൻസ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്, നമുക്കറിയാം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരാണ്. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഡെലിവറി വരുന്നതാണ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ലൈക്ക് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്. അങ്ങനെ കസ്റ്റമേഴ്സിനെയും മാനുഫാക്ചേഴ്സിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ആ ഡിൽമെൻസാണ് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ്, ജനറൽ പബ്ലിക്, ഇതെല്ലാമാണ് മൈക്രോ എൻവയോൺമെൻറ്റിൽ വരിക. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ആണ്. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് അല്ല, എന്നാൽ ജസ്റ്റ് അതിൻ്റെ സറൗണ്ടിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന ഫാക്ടേഴ്സാണ് മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് മാക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷൻ്റെ പുറമേ വരുന്ന ഫാക്ടേഴ്സാണ്. ഒരു രീതിയിലും നമുക്ക് ഈ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, എക്സെട്ര. ഓൾറെഡി പറഞ്ഞു ബിസിനസ് എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. എക്സ്റ്റേർണലിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നതാണ് മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എൻവയോൺമെൻറ്റ്. ഓരോ കാറ്റഗറിയുടെയും അടിയിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, ഇപ്പോൾ ഇൻറ്റേർണലിൽ ഒബ്ജക്റ്റീവ്സ്, മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ മാക്രോ എൻവയോൺമെൻറ്റിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ്, മൈക്രോ എൻവയോൺമെൻറ്റിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് റിലേറ്റഡ് ആയിട്ട് MCQ UGC നെറ്റിന് വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ട് ഇപ്പോൾ മൈക്രോ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടാത്തത് ഏത് ഫാക്ടർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ഒരു ഫാക്ടർ ഏതാണ്, അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഓരോ കാറ്റഗറിയുടെയും അടിയിൽ വരുന്ന
ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സാണ് ഇതെല്ലാം. ഇത് ഓർത്ത് വയ്ക്കുക. വാല്യൂ സിസ്റ്റം, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഹ്യൂമൻ റിസോഴ്സസ്, ട്രേഡ് യൂണിയൻ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പൊളിറ്റിക്കൽ റിസോഴ്സസ് ആൻഡ് കോർപ്പറേറ്റ് കൾച്ചർ. ക്വസ്റ്റ്യൻ: വാല്യൂ സിസ്റ്റം, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഇങ്ങനെ 4 തന്നിട്ട് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഓരോന്നിൻ്റെയും താഴെ അതിൻ്റെ ഫാക്ടേഴ്സ് ഏതാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സായ പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യോ കൾച്ചറൽ, അതുപോലെ എക്കണോമിക് എൻവയോൺമെൻറ്റ് എക്സെട്രയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഈ മാക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓർക്കാനായിട്ട് PESTL, അങ്ങനെ പെസ്റ്റൽ എന്ന് ഓർത്താൽ മതി. P ഫോർ പൊളിറ്റിക്കൽ, E ഫോർ എക്കണോമിക്കൽ, S ഫോർ സോഷ്യോ കൾച്ചറൽ, T ഫോർ ടെക്നോളജിക്കൽ ആൻഡ് L ഫോർ ലീഗൽ എൻവയോൺമെൻറ്റ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മളെപ്പോഴും എക്കണോമി റിലേറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് GDP, ഇൻഫ്ലേഷൻ, ഇൻകം ലെവൽ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. എക്കണോമിക് എൻവയോൺമെൻറ്റിൽ മെയിൻലി 3 എലമെൻറ്റ്സ് ആണുള്ളത്: എക്കണോമിക് പോളിസീസ്, എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് എക്കണോമിക് സിസ്റ്റം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് കണ്ടീഷൻസ് ആണ്. എക്കണോമിക് കണ്ടീഷൻ മീൻസ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ എക്കണോമി ഇൻ എ കൺട്രി ഓർ റീജിയൻ. ഒരു രാജ്യത്തിൻ്റെ നിലവിലുള്ള എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്നുള്ളതിനെയാണ് എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ആയിരിക്കാം കാണിക്കുക. ഡിഫറെൻറ്റ് ബിസിനസ് സൈക്കിളിലുള്ള ചേഞ്ചസ് എല്ലാം തന്നെ എക്കണോമിക് കണ്ടീഷനെ എഫക്റ്റ് ചെയ്യും, പ്രസൻറ്റ് സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യും. എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ നിലവിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ, പ്രൊഡക്ടിവിറ്റി, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഫ്ലേഷൻ ലെവൽ, ഇതെല്ലാമാണ് എക്കണോമിക് കണ്ടീഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ എക്കണോമിക് കണ്ടീഷനിൽ വരുന്ന ഈ എലമെൻറ്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. സ്റ്റേറ്റ് ഓഫ് ദ ഗ്ലോബൽ എക്കണോമി, അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ, പ്രൊഡക്ടിവിറ്റി, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഫ്ലേഷൻ, ഈ എലമെൻറ്റ്സ് എല്ലാമാണ് എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്നത്. അതുപോലെ തന്നെ ബിസിനസ് സൈക്കിൾ, GDP, GNP, ഇതെല്ലാം തന്നെ എക്കണോമിക് കണ്ടീഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഈ ഓപ്ഷൻസും ഓർത്ത് വയ്ക്കുക. എക്കണോമിക് പോളിസിയിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അപ്പോൾ എക്കണോമിക് കണ്ടീഷനിൽ ഉൾപ്പെടുന്ന ഈ ഫാക്ടേഴ്സ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, എക്കണോമിക് എൻവയോൺമെൻറ്റിലെ മറ്റൊരു എലമെൻ്റാണ് എക്കണോമിക് സിസ്റ്റം. എക്കണോമിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ഏത് തരത്തിലുള്ള കൺട്രോളാണ്, ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് പാർട്ടീസൊക്കെ ആണോ ഇത് കൺട്രോൾ ചെയ്യുന്നത് എക്കണോമീനെ, അതിനനുസരിച്ച് നമ്മൾ 3 ആയിട്ടാണ് എക്കണോമിക് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം. ഇതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് മാർക്കറ്റ് എക്കണോമി. ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ റിസോഴ്സസും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും പ്രൈവറ്റ് പാർട്ടീസ് ആയിരിക്കും. പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വളരെയധികം കുറവായിരിക്കും. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ്. അതിനായിരിക്കും എല്ലാ ഇൻഡിവിജ്വൽസും പ്രൈവറ്റ് പാർട്ടീസും അവരുടെ ബിസിനസ് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സോഷ്യലിസം അല്ലെങ്കിൽ കമാൻഡ് എക്കണോമി. ഇവിടെ ആ രാജ്യത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ കൺട്രോൾ അല്ലെങ്കിൽ റെഗുലേഷൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. കൺസ്യൂമേഴ്സിന് ഫ്യൂ ചോയ്സസ് മാത്രമായിരിക്കും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റ് ഈസ് ഡിസൈഡഡ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് മെക്കാനിസം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. പ്രൈവറ്റ് പാർട്ടീസിനുള്ള ഇൻവോൾവ്മെൻറ്റ് വളരെയധികം കുറഞ്ഞ ഒരു എക്കണോമിക് സിസ്റ്റമാണ് സോഷ്യലിസം. ക്യാപിറ്റലിസത്തിൽ ഇമ്പോർട്ടൻസ് നമ്മൾ പ്രോഫിറ്റ് മോട്ടീവിനാണെങ്കിൽ സോഷ്യലിസത്തിൽ സോഷ്യൽ വെൽഫെയറിനായിരിക്കും ഇമ്പോർട്ടൻസ്. കുബ, കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം സോഷ്യലിസം രീതിയിലുള്ള എക്കണോമിക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം.
അത് ഈ കമാൻഡ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കോമ്പിനേഷനാണ്. കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സിനെയാണ് മിക്സ്ഡ് എക്കണോമി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പ്രൈസ് ഓഫ് സം തിങ്സ് വിൽ ബി ഡിസൈഡഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് സം ബൈ പ്രൈവറ്റ് പാർട്ടീസ്. ചില കാര്യങ്ങളുടെ പ്രൈസ് ഡിറ്റർമിനേഷൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലും മറ്റ് ചിലതിൻ്റെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിലായിരിക്കും. ഫുൾ കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കില്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റം. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് എല്ലാം മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എക്കണോമിക് എൻവയോൺമെൻറ്റിലെ എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് സിസ്റ്റം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ് എക്കണോമിക് പോളിസി. എക്കണോമിക് പോളിസി മീൻസ് ദ റൂൾസ്, പ്രിൻസിപ്പിൾസ്, പ്രൊസീജിയേഴ്സ് ഫോളോഡ് ബൈ എ കൺട്രി. ഒരു രാജ്യത്ത് ഫോളോ ചെയ്യുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ്, റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സിനെയൊക്കെയാണ് എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. എക്കണോമിക് പോളിസീനെ മെയിൻലി മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി അങ്ങനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് കൂടാതെ ട്രേഡ് പോളിസി, ആ രാജ്യത്തെ ട്രേഡ് എന്ന് പറയുമ്പോൾ അറിയാം എക്സ്പോർട്ടും ഇമ്പോർട്ടാണ്. അപ്പോൾ ആ എക്സിമിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫോറിൻ ട്രേഡ് പോളിസി ഉണ്ടായിരിക്കും. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റിന് നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി, അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുക. ആ എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ മെയിനായിട്ട് എക്കണോമിക് പോളിസിയുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയാണ്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിസ്ക്കൽ പോളിസി മീൻസ് സം ഓഫ് ദ റൂൾസ്, റെഗുലേഷൻസ് സെറ്റ് ബൈ ദ ഗവൺമെൻറ് ഇൻ ഓർഡർ ടു കൺട്രോൾ ദ ടാക്സേഷൻ സിസ്റ്റം, അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്. അങ്ങനെ ടാക്സ് സിസ്റ്റം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ് എന്നിവ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ്, ടാക്സേഷൻ സിസ്റ്റം, ബോറോയിങ്, പബ്ലിക് ഡെറ്റ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക്, നമുക്കറിയാം ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്ക്, ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ രാജ്യത്തിൻ്റെ മണി സപ്ലൈ, ഇൻട്രസ്റ്റ് റേറ്റ്, ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. അപ്പോൾ മോണിറ്ററി പോളിസി ഡിസൈൻ ചെയ്യുന്നത് RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കും, ഫിസ്ക്കൽ പോളിസി ഡിസൈൻ ചെയ്യുന്നത് ആ രാജ്യത്തെ ഗവൺമെൻറ്റും ആയിരിക്കും. ഇനി നമുക്ക് മോണിറ്ററി പോളിസിയുടെ ഡിഫറെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഓർ ട്രഡീഷണൽ മെഷേഴ്സ്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഓർ സിലക്റ്റീവ് മെഷേഴ്സ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചില റേറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ബാങ്ക് റേറ്റ്, CRR, SLR അങ്ങനെയുള്ള റേറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സെക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കൺട്രോളിങ് മെഷേഴ്സാണ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മെഷേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിലെ ഫസ്റ്റ് വൺ ആണ് ബാങ്ക് റേറ്റ് ഓർ ഡിസ്കൗണ്ട് റേറ്റ്. റേറ്റ് അറ്റ് വിച്ച് RBI ഡിസ്കൗണ്ട്സ് ദ ബിൽസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സിന് പൈസയുടെ ആവശ്യം വരുമ്പോൾ അവരുടെ ബില്ല് മെച്യൂരിറ്റി ആവുന്നതിന് മുൻപ് തന്നെ RBI അത് ഡിസ്കൗണ്ട് ചെയ്ത് പൈസ കൊടുക്കും. ഇതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ആ റേറ്റിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് എന്ന് പറയുക. അപ്പോൾ ബാങ്ക് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് RBI ആണ്. അത് ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൂട്ടിയും അതുപോലെ തന്നെ റിസഷൻ്റെ ടൈമിൽ ബാങ്ക് റേറ്റ് കുറച്ചുകൊണ്ടും മാർക്കറ്റിൽ ലിക്വിഡിറ്റി വരുത്താനായിട്ട് ഈ RBI ട്രൈ ചെയ്യും ഈ ബാങ്ക് റേറ്റ് മെക്കാനിസത്തിൽ കൂടെ. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എ പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് അസറ്റ്സ് ബാങ്ക് ഷുഡ് കീപ് വിത്ത് ഇറ്റ് സെൽഫ്. അതായത് ബാങ്ക് സ്വന്തമായിട്ട് അതിൻ്റെ ലിക്വിഡ് അസറ്റ്സ്, അതായത് സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ്, നമ്മൾ ഫണ്ട്
പബ്ലിക്കിൽ നിന്നെല്ലാം മൊബിലൈസ് ചെയ്യും, സേവിങ്സ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിട്ട്, ടൈം ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് ബാങ്ക് തന്നെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജിൽ കീപ്പ് ചെയ്യണം. ആ റേറ്റിനെയാണ് SLR റേറ്റ് എന്ന് പറയുക. ഇവിടെ SLR റേറ്റും ഇതുപോലെയുള്ള പ്രൈസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് ക്യാഷ് റിസർവ് റേഷ്യോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, SLR എന്ന് പറയുമ്പോൾ ബാങ്ക് ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് ബാങ്കിൻ്റെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ആ റേറ്റാണ്. എന്നാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ചാൽ ഒരു മിനിമം പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് കൊമേഴ്സ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത് കീപ്പ് ചെയ്യണം. ആ പർട്ടിക്കുലർ എമൗണ്ടിനെയാണ് ക്യാഷ് റിസർവ് എന്ന് പറയുക. അത് ഏത് റേഷ്യോയിലാണോ, ഏത് പെർസെൻറ്റേജിലാണോ കീപ്പ് ചെയ്യുന്നത് അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് നമ്മൾ പറയുക. അപ്പം ഇതും കൂട്ടും കുറയ്ക്കൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് മീൻസ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ പബ്ലിക്കിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ മണി കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയാം. നോർമൽ കേസിൽ ഇൻഫ്ലേഷൻ്റെയൊക്കെ ടൈമിലാണെങ്കിൽ സെക്യൂരിറ്റീസ് കൂടുതലായിട്ട് വിൽക്കും. അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് അതിൻ്റെ സെക്യൂരിറ്റീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് എല്ലാം വിൽക്കുമ്പോൾ പബ്ലിക് ഇത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിലുള്ള ആ ഫണ്ട് നമുക്ക് RBI അങ്ങനെ മൊബിലൈസ് ചെയ്യുകയും എക്കണോമിയിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റിസഷൻ ടൈമിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതലായിട്ട് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും. അങ്ങനെ അതിലൂടെ പബ്ലിക്കിലേക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യുക, അതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓപ്പൺ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഇടയിൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സ് അതിന് ഫണ്ടിൻ്റെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യും. അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഫണ്ട്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏത് റേറ്റിലാണോ ഇതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സിലേക്കും വരാം, അതിനെയാണ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ ആസ് വെൽ ആസ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് നമ്മൾ രണ്ട് ടേംസിൽ പറയുന്നത്. കൊമേഴ്സ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോറോ ചെയ്യുന്ന ആ റേറ്റിനെ റിപ്പോ റേറ്റ് എന്നും, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സ് RBIയുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏത് റേറ്റിലാണോ അതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഈ എല്ലാ മെഷേഴ്സും ഡിഫറെൻറ്റ് റേറ്റുകളിലുള്ള അല്ലെങ്കിൽ റേഷ്യോയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് ഇനി നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ചേഞ്ച് ഇൻ മാർജിൻ റിക്വയർമെൻറ്റ്സ്. നമുക്കറിയാം ലോണെല്ലാം നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഈടായിട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണം. ആ സെക്യൂരിറ്റി ഡിസൈഡ് ചെയ്യുന്നത് എത്ര മാർജിൻ വേണം അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം ആ സെക്യൂരിറ്റിയുടെ വാല്യൂ മാർജിൻ റിക്വയർമെൻറ്റ് കൂടുമ്പോൾ ഈ ലോൺ എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് വളരെയധികം എക്സ്പെൻസീവ് ആവും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ലോൺ എടുക്കാത്ത ഒരവസ്ഥ വരും. അതിലൂടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മാർജിൻ റിക്വയർമെൻറ്റ്സിൽ ചേഞ്ച് വരുത്തുന്ന ഒരു മെഷറും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷറിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് മോറൽ പെർസ്വേഷൻസ്. മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്സ്യൽ ബാങ്ക്സിന് പലതരത്തിലുള്ള അഡ്വൈസസും അവരുടെ അഫയേഴ്സ് മേൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കും. അതിനെയാണ് മോറൽ പെർസ്വേഷൻസ് എന്ന് പറയുക. ഇത് കൊമേഴ്സ്യൽ ബാങ്ക്സിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിർബന്ധിക്കുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക. മറ്റൊരു ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് ഡയറക്റ്റ് ആക്ഷൻ. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻസ് ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949 എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻസ് എടുക്കാനായിട്ട് RBIക്ക് പവർ ഉണ്ട്. അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ലൈസൻസ് എല്ലാം
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കട്ട് ചെയ്യും. അതിലൂടെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ മെഷേഴ്സ്, മാർജിൻ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുക, പെർസുവേഷൻസ്, ഡയറക്റ്റ് ആക്ഷൻസ്, ഇതെല്ലാം ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ അല്ല, എന്തെങ്കിലും തരത്തിലുള്ള റേഷ്യോസോ റേറ്റോ ഒന്നും ചേഞ്ച് ചെയ്യുന്നതല്ല, അല്ലാതെ പെർട്ടിക്കുലർ സെക്ടറിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, അതുപോലെ എക്സ്റ്റേണലിൻ്റെ ക്ലാസിഫിക്കേഷനായ മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റ്. മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ് പെസ്റ്റൽ, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യോ കൾച്ചറൽ, എക്കണോമിക്കൽ, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എക്സെട്ര. ഇതിൽ നമ്മൾ എക്കണോമിക് എൻവയോൺമെൻറ്റും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനായ എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പോളിസീസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്കണോമിക് പോളിസീസായ മോണിറ്ററി പോളിസീസും ഫിസ്ക്കൽ പോളിസീസും അതിൻ്റെ ടൂൾസ് എല്ലാം ഇപ്പോൾ നമുക്ക് അറിയാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.